ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടി പറയാം. നമുക്കതിന് മുമ്പ് ഞാനത് പറയാം. മൊത്തത്തിൽ നമുക്കൊരു ചെറിയ ഒരു സമയക്ലിപ്തതയുണ്ട്. കഴിയുന്നത്ര അതിനകത്ത് നിന്നിട്ട് മറുപടി പറയാം. സാർ, ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഒരു മറുപടി പറയണത്. ഒരു എനിക്കായിട്ട് അധികമുള്ള തെരിസ്, കാരണം ഒക്കെ നമ്മളെ സുഹൃത്തുക്കളല്ലേ. സാർ, പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും സാർ വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പോൾ എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നത് ഇപ്പോൾ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി വാങ്ങി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിൻ്റെ ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും കുറേ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ, പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാൽ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം തന്നിട്ടാണ് റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വികസനം കിട്ടിയത്. ബഹുമാനെ സജി ഇങ്ങനെ പറയണ്ടില്ല, ബഷീറിന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ, അതുകൊണ്ടാണ് അത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൽ വികസനം വേണം. ഇനി കുറേ ആണ്ട് കൊടുത്തോണ്ട് നാട്ടുകാർ വോട്ടിയെന്ന് വിചാരിച്ച് നിൽക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ തോറ്റ് 102 ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ 5 കോടി, ഇങ്ങൾക്കൊക്കെ 20-25 കോടി. ബഹുമാനോടെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ 20% നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ നന്നാക്കാനാ, ഞങ്ങളെ ഇരുത്താനോ അതാ ഉണ്ടായത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ 62 മണ്ഡലങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ജയിച്ചു വന്നു. അത് ഞാൻ കണക്ക് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ എനിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയേ? 6 കോടി. അപ്പോൾ ആ ഒരു വിവേചനം ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല, എല്ലാവരും പരിഗണിക്കും. നിങ്ങൾ പറയും പ്രൊപ്പോസ് ചെയ്തേര്. പിന്നെ ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, ബൈപ്പാസ്, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റഡി നടത്തും. MLA നിർദ്ദേശം തരും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് 3 മാസം കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി എവിടെയൊക്കെ വേണമെന്നൊരു തീരുമാനം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത്ര പാലം ഞാൻ പറയണം. അക്കബർ അവിടെ ഇരിക്കും, ഇപ്പം തന്നെ അങ്ങനെ ആക്കല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ. പിന്നെ സാർ, നമ്മുടെ PWD മാൻ 974 ഉണ്ടാക്കിയ മാനിലാണ്. 2012 ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ഇബ്രാഹിം സാഹിബ് പോയപ്പം ചെറിയൊരു പരിഷ്കാരത്തിൽ സാർ അത് PWD മാനുവൽ ഫുള്ളായിട്ടൊന്ന് പൊളിച്ചെഴുതി പുതിയൊരു PWD മാനുവൽ ഉണ്ടാവും. ഇവിടെ പലരും ശ്രദ്ധിച്ചു, ഇല്ലെങ്കിൽ ഒരു വർക്കും നടക്കില്ല. നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിലാണ്. കാലത്ര മാറി. എല്ലാവരും പറഞ്ഞിട്ട് AI ഗോവിന്ദമാഷൻ്റെ പറഞ്ഞിട്ടില്ലേ, AI കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് സൈഡിലേക്ക് വരണമെന്ന് പറയില്ലേ. അപ്പോൾ അതേമാതിരി നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു മാറ്റം, ആ ബാനറിന് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കഴിയും. പിന്നെ പ്രൊജക്റ്റ് സമയബന്ധിതമായി നമുക്ക് നടക്കണം. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോട്ടോക്കോൾ നടപ്പാക്കുന്നത്. അത് ആദ്യമായി PWD നടപ്പാക്കുക. ഏതൊരു പദ്ധതിക്കും അതിൻ്റെ പെട്ടെന്ന് നടപ്പിലാക്കി അതിൻ്റെ റിസൾട്ട് വരാനുള്ള ഒരു സംവിധാനം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. പിന്നെ സാർ, ഈ വികസനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഭൂമി ഏറ്റെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം, അതിൻ്റെ നൂലാമാലകൾ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കണം. എല്ലാ പദ്ധതികളും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 50 കോടിൻ്റെ പ്രൊജക്റ്റ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 150-200 കോടി റുപ്യയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അക്വിസേഷന് ചില സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ഇപ്പോൾ കാലം മാറി. അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് വരുമ്പം അവർക്ക് സ്ഥലത്തിന് വില കൂടും, അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്കുണ്ടാകണം, MLA-മാർക്കുണ്ടാകണം, മന്ത്രിമാർക്കുണ്ടാകണം, എനിക്കുണ്ടാകണം. അതിനെ നടക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ അതേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട നാട്ടികമ്പിൽ ഗീതാഗോപി പറഞ്ഞു, പിന്നെ അവരെ വർക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളത് ക്യാൻസൽ ചെയ്യാനും പോയിട്ടില്ല, ആരും നിർത്തിവെക്കാനും പറഞ്ഞിട്ടില്ല.
അത് എങ്ങനെ ഒരു ടെൻഡർ കഴിഞ്ഞാൽ അത് ആ ടെൻഡർ ഓപ്പൺ ചെയ്യാനും സമയമുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ആരാണ് ലാസ്റ്റ് വിട്ട് നോക്കിയിട്ട് പിന്നെ എഗ്രിമെൻ്റ് സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് എഗ്രിമെൻ്റ് ഒക്കെ ആ സമയമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ കാർഡടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിൻ്റെ പാട്ട് നിങ്ങളിപ്പം ഞങ്ങളവിടെയാണ്, നിങ്ങളിവിടെയാണ്. ഇപ്പം നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിങ്ങളോട് വളരെ ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പം അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ സർ ഇവിടെ പറഞ്ഞു ഉല്ലാസ് ബഹുമാനപ്പെട്ട കുന്നത്തിന് മുമ്പ് സൂചിപ്പിച്ചു കുഴി, അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള അത് ഇപ്പോൾ നമുക്കതൊക്കെ റണ്ണിങ് കോൺട്രാക്ടറും മറ്റും കൊടുത്തിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നന്നാക്കാം. പിന്നെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ അമേരിക്ക പ്രശ്നങ്ങളുണ്ടായപ്പോൾ ടാറിനൊക്കെ മെറ്റീരിയൽസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അത് ഒരു സത്യമാണ്. നമ്മൾ വന്നിട്ട് ഒരു മാസം 5-6 ദിവസമായിട്ടുള്ളൂ. ഏതായാലും എല്ലാവരോടും പറയാം, ബിറ്റുമെൻ്റെ ഡിഫറൻസ് വിലയിലുള്ള മാറ്റം, അതിന് അന്തരം കരാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഒക്കെ പരിഹരിക്കും. അതിന് ടൈം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം തീരുമല്ലോ. പിന്നെ ഈ മഴക്കാലത്ത് 6 മണി നടക്കില്ലല്ലോ, ചെറിയ പാച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായത്. പിന്നെ ജി സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ലീഗിനെ കുറിച്ച് പറഞ്ഞു, ലീഗിനെ അദ്ദേഹത്തെ പറഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എല്ലാ സത്യവും പറയും. കപട കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പറയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് നല്ല വിവരം, നല്ല ഓർമ്മശക്തി, നല്ലതുണ്ട്. നല്ല മന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹത്തോട് നല്ല നിൽക്കണം. സജി ചെറിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വന്തം ആളായിരുന്നല്ലോ. പിന്നെ തെറ്റിയതല്ലേ, അല്ല നമ്മളല്ലോ. ഞാൻ മാത്രമേ തെറ്റാതെ ഇങ്ങനെ നടന്നിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലത്ത് PWD വകുപ്പിൽ ഒരുപാട് വർക്ക്, നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ആവശ്യമായ ഫണ്ട് PWD ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ രണ്ടാമത്തെ ആൾട്രേഷൻ മെമ്മോറിയൽ തന്നെ PWDക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ വെച്ചതിനേക്കാളും 278 കോടി രൂപ ഇപ്രാവശ്യം അധികം തന്നിട്ടുണ്ട്. ആവശ്യമായ ഫണ്ടുകൾ ഒക്കെ തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നിൽക്കില്ല. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോവാം. പിന്നെ ചില പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പല സ്ഥലങ്ങളിലും വികസനം 2 രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത്, ചില സ്ഥലത്ത് നന്നായി വികസനമുണ്ട്, ചില സ്ഥലത്ത് തീരെ നടന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് എടുക്കും. അതുകൊണ്ട് ഈ മലപ്പുറത്ത് എല്ലായിടത്തും സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മലപ്പുറത്ത് ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റിന് ഉള്ള ഒരു നടപടി ഉണ്ടാകും. മലപ്പുറം ടൗണിൽ മഹാനഗരമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു റവന്യൂ ടവറില്ല. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചു 65 കോടിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. ആ റവന്യൂ ടവർ നബാർഡിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു. പിന്നെ അതിനിടയിൽ നമ്മുടെ വിനോദ് മെമ്പർ സൂചിപ്പിച്ചു ഊരാളുങ്കൻ്റെ പ്രവൃത്തി ഞാൻ തന്നെ വളരെ ക്ലിയറായിട്ട് ഇന്നലെ ഞാൻ മറുപടിയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെന്താ പറ്റിയ വെച്ചാൽ ഊരാളുങ്കൻ്റെ വർക്ക് ലോഡ് കൂടാൻ കാരണം ഈ 10% ടെൻഡറിൻ്റെ ഡിഫറൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ പറ്റിയത് ബിഡ് കപ്പാസിറ്റി നോക്കാതെ എല്ലാ ടെൻഡറിലും അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തപ്പോൾ ഇവർക്ക് എത്ര വർക്ക് ഉണ്ടെന്ന് അറിയാതെ, അത് പരിശോധിക്കാൻ കഴിയാതെ എല്ലാ വർക്കിലും അവർ പങ്കെടുത്തു. ആ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് വർക്ക് വന്നു. ഇപ്പം പല സ്ഥലത്തും വർക്ക് തുടങ്ങിയിട്ടില്ല. ചില സ്ഥലത്ത് 30% ആ തെറ്റായ രീതി ഉണ്ട്. ആ തെറ്റായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ജി സുധാകരൻ 500 കിലോമീറ്റർ റോഡ് പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഘട്ടമായിട്ട് നമുക്ക് ആ പദ്ധതി നോക്കാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാം. പിന്നെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു ഒരു 1-2 രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞു ബിന്ദു കൃഷ്ണൻ്റെ തലയിൽ പായസം വീണുകൊണ്ട് അന്വേഷിച്ചു. അത് മാത്രമല്ല, ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോക്കോൾ വിമാനത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അത് അന്വേഷിച്ചിട്ട് അയാളെ പേരിൽ നടപടിയെടുത്ത ഗവൺമെൻറ്റാണത്. പിന്നെ നിങ്ങൾക്ക് മാറിയോ? നിങ്ങൾ തിരുത്തുന്നു. നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ചൻ്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. ഇതാണ് അല്ല മാറ്റം. നിങ്ങൾ മാറ്റം ഞാൻ പറഞ്ഞത് മാറ്റമാണ് പറഞ്ഞത്. അതൊക്കെ പറയും. കുറച്ചൊക്കെ ജോയി രാഷ്ട്രീയം പറയണ്ടേ?
നിങ്ങളിങ്ങനെ ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ? പിന്നെ പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്നത് PM ശ്രീ, നിങ്ങൾ അതിനെ അവിടെ കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മോട് പറയണ ഏർപ്പാടാക്കുന്നത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെല്ലാം ആപ്പാ, നിങ്ങളെല്ലാം ഉപ്പിട്ട് കൊടുത്ത്, ഞങ്ങളെല്ലാം ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പറയണ്ടേ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും, നിങ്ങളെല്ലാം ഒരാൾ ഇത്. അപ്പോൾ അതുകൊണ്ട് സാർ ഞാൻ കഴിഞ്ഞു സാർ, ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ് സാർ. അത് സംഘർഷം ഉണ്ടായിട്ട് ചെയ്താൽ സാർ. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെൻറ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു പാർട്ടി വിയോജനമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ വയനാട്ടിലെ സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കും, പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദനാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഈ ഡിമാൻഡ് പാസ്സാക്കി തന്നെന്ന് അഭ്യർത്ഥിക്കും.